ഹായ് കേരറ്റ് ജയ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ടിയർ റാലി ഉടനെ തന്നെ വരാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ടിയർ റാലിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെയും ഏജ് 18 വയസ്സിനും 42 വയസ്സിനും ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനെന്ന് പറയുമ്പോൾ ഇവിടെ ഓൺലൈൻ ത്രൂ ഒന്നും നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ട, ഓഫ്ലൈൻ ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. 2026 തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അറിഞ്ഞുകൂടാ. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങളും ടിയർ റാലി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കേഡറ്റാണെങ്കിൽ വീഡിയോ ഫുൾ കാണുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഒരു കാര്യം പോലും ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല. എല്ലാ കാര്യങ്ങളും, അതായത് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് വരെ ഞാൻ എടുത്ത് പറയുന്നതായിരിക്കും. ആദ്യമായിട്ടൊക്കെ ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നൊരു കുട്ടിക്ക് പോലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നല്ലപോലെ കാണുക, എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ടിയർ റാലിയെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ ആന ഡിഫൻസ് അക്കാഡമിയാണ്. അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു തംബ്നെയിലിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. റാലി എപ്പോഴാണ് വരാൻ പോകുന്നത്, എലിജിബിലിറ്റി, ഹൈറ്റ്, ഏജ്, ക്വാളിഫിക്കേഷൻ, എങ്ങനെ തയ്യാറെടുക്കണം, ഫുൾ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല കേട്ടോ. 100% ഗ്യാരൻറ്റിയോട് ഞാൻ പറയുകയാണ്. ഫസ്റ്റ്, ഇത് ഒരു ഓൾ ഇന്ത്യ പെർമനൻറ്റ് റാലിയാണ്. അതായത് ഇത് അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്നതല്ല. അഗ്നിവീർ എന്ന് പറയുമ്പോൾ അവിടെ 4 വർഷം സർവീസ് ചെയ്യണം, അതിനുശേഷം 25% പെർമനൻ്റ് ആക്കും എന്നൊരു രീതിയിലാണ്. പക്ഷേ ടിയർ റാലി എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. എൻ്റെയും കൂട്ടുകാർ ഇപ്പോഴും സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കൂട്ടുകാർ ഇപ്പോഴും എല്ലാ വർഷവും പെൻഷൻ ആകുന്നുണ്ട്. അവർക്ക് പെൻഷനും ലഭിക്കുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ടെമ്പററി അല്ല, 7 ഇയർ സർവീസ് ഒന്നുമല്ല, പെർമനൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. സെക്കൻഡാണ്, ഇതൊരു ഓപ്പൺ റാലിയാണ്. എന്താണ് കുട്ടികളെ, ഇതൊരു ഓപ്പൺ റാലിയാണ്. എന്താണ് ഈ ഓപ്പൺ റാലി? ഓപ്പൺ റാലി എന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. മുൻ വർഷങ്ങളിൽ, അതായത് അഗ്നിവീർ വരുന്നതിന് മുൻപ് എല്ലാ വർഷവും ഓപ്പൺ റാലിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഓൺലൈൻ ത്രൂ ഒന്നും അല്ല നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം കളക്ട് ചെയ്യണം. അതിനുശേഷം നേരെ നമ്മൾ റാലി ഗ്രൗണ്ടിൽ പോകണം. റാലി ഗ്രൗണ്ടിൽ ചെന്നിട്ട് നമ്മൾ റാലി അറ്റൻഡ് ചെയ്യണം. അതിനാണ് ഓപ്പൺ റാലി എന്ന് പറയുന്നത്. അതേ രീതിയിലാണ് ഇപ്പോൾ ടിയർ റാലി നടക്കുന്നത്. പക്ഷേ ആർമിയൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്. ആദ്യം നിങ്ങൾ ഓൺലൈൻ ത്രൂവിൽ കൂടി നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം, അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതൊരു ഓപ്പൺ റാലിയാണ്. ഡോക്യുമെൻ്റ് എല്ലാമായിട്ട് നിങ്ങൾ നേരെ ഗ്രൗണ്ടിൽ പോകുന്നു, അവിടെ പോയി റാലി അറ്റൻഡ് ചെയ്യുന്നു. അതാണ് ഇതിന് ഓപ്പൺ റാലി എന്ന് പറയുന്നത്. മനസ്സിലായ കുട്ടികളെ? അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ റാലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എങ്ങനെ തയ്യാറെടുക്കണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ആദ്യം ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യണോ അതോ ആദ്യം ഞാൻ റിട്ടേൺ എക്സാമിന് പഠിക്കണോ എന്നൊക്കെ. നെക്സ്റ്റാണ് ഏജ് ലിമിറ്റ്. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റാണ് 2026 എത്ര പോസ്റ്റുകൾ വരെ വരാനുള്ള സാധ്യതയുണ്ട്? കുട്ടികളെ 4000 വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. 4000. ഓക്കെ, ഇവിടെ കെ ഇല്ല കേട്ടോ. 4000 വരെ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. ഗേൾസിന് വേക്കൻസി, യെസ്, 2025 നോർത്ത് സൈഡിൽ പെൺകുട്ടികൾക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് കുറച്ച് സ്റ്റേറ്റിൽ കൂടി പെൺകുട്ടികൾക്കും വേക്കൻസി വരുന്നതായിരിക്കും. കേരളത്തിൽ വേക്കൻസി വരുമോ എന്നതിനെക്കുറിച്ച് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിന് പകരം കൂടുതലും വേക്കൻസി വന്നിരിക്കുന്നത് നോർത്തേൺ സൈഡിലാണ് കേട്ടോ. സോൺ 3യിലാണ് കൂടുതലും വേക്കൻസി ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബാക്കി സോൺ 4ലും 1ലും 2ലും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് നോക്കാം. പെൺകുട്ടികൾക്കും വേക്കൻസി നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉൾപ്പെടുന്ന സോൺ 4ൽ വരുമോ അതോ ഇല്ലയോ എന്ന് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൗട്ടാണ്, നോക്കൂ കുട്ടികളെ, ക്വാളിഫിക്കേഷൻ. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും കാറ്റഗറി ഉണ്ട്. 18 വയസ്സുള്ള ഒരു പയ്യൻ്റെ കൂടെ ഒരിക്കലും 31 അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരു കേഡറ്റ് ഓടത്തില്ല. 30 വയസ്സിന് ശേഷമുള്ളവർ സെപ്പറേറ്റ് കാറ്റഗറിയാണ്. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർ ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ഏജ് 35 ആണെങ്കിൽ, നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ മാരീഡ് അൺമാരീഡ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് ആണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്?
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഓരോരോ കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെയും ഏജ് എന്തായാലും 42 വയസ്സിന് കുറവായിരിക്കും. ഫസ്റ്റാണ് GD എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ 45% ഓവറോൾ ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റിനും 33% ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10th ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ 8th 2 രീതിയിലുള്ള ട്രേഡ്സ്മാൻ കാറ്റഗറി ഉണ്ട്. ഓവറോൾ നിങ്ങൾക്ക് 33% ഉണ്ടായിരിക്കണം. ഓവറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഓരോ സബ്ജക്റ്റിനും ഓവറോളാണ് ഞാൻ പറയുന്നത്. 33% ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റിനും 33% ഉണ്ടായിരിക്കണം. ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 3 ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. TR റാലിയുടെ നിങ്ങൾ +2 പാസ്സായിരിക്കണം. ഓവറോൾ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റിനും 50% ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ +2 സബ്ജക്റ്റായിട്ട് ഇംഗ്ലീഷ്, പിന്നെ മാത്സ്, അക്കൗണ്ടൻറ്റ്, ബുക്ക് കീപ്പിംഗ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് മനസ്സിലായി, ക്വാളിഫിക്കേഷനും മനസ്സിലായി, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇനി നോക്കൂ കുട്ടികളെ, ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓരോ കാര്യങ്ങളും അവിടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റുമായിട്ടൊക്കെയാണ് പോകേണ്ടത് അങ്ങോട്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും റാലി അറ്റൻഡ് ചെയ്യാൻ. ക്വാളിഫിക്കേഷൻ മനസ്സിലായ നിങ്ങൾക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനിയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ഏതൊക്കെ ഇവൻ്റാണ് വരുന്നത്. നോക്കൂ കുട്ടികളെ, റണ്ണിങ് വരും. 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ് വരുന്നത്. ആദ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് എല്ലാം കളക്ട് ചെയ്യുന്നു, നേരെ റാലി ഗ്രൗണ്ടിൽ ചെല്ലുന്നു. അവിടെ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തുന്നു. അതിനകത്ത് നിങ്ങൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്നു. നിങ്ങൾ ഏത് സ്റ്റേറ്റിലെ കുട്ടികളാണെന്ന് നോക്കുന്നു. ആ സ്റ്റേറ്റിലെ കുട്ടികളോടൊപ്പമായിരിക്കും നിങ്ങളെ റൺ ചെയ്യിക്കുന്നത്. അതായത് ആ ഒരു സോണിലുള്ള ഏതൊക്കെ സ്റ്റേറ്റിനാണോ ആ ഒരു ദിവസം പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റേറ്റിലെ കുട്ടികൾ വെച്ചിട്ടായിരിക്കും റൺ ചെയ്യിക്കുന്നത്. ആദ്യം വരുന്നത് റണ്ണിങ് ആണ്. 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. ഈ 1.6 കിലോമീറ്റർ റണ്ണിങ് നിങ്ങൾ എക്സലൻറ്റ് കോളത്തിൽ ഓടിയെത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് ചിന്നപ്പ് നിങ്ങൾ 10 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. GD ആൻഡ് ട്രേഡ്സ്മാനകത്ത് ഫിസിക്കലിന് ടോട്ടൽ മാർക്ക് 100 മാർക്സ് ആണ്. ഇവിടെ നിങ്ങൾ 100 മാർക്ക് നേടിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 100% ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുകയാണ്. അതിനുശേഷം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ. ആ ക്ലാസ്സിൽ ഒന്ന് ജോയിൻ ചെയ്താൽ 100% നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും, ഉറപ്പാണ്. എല്ലാ വർഷത്തെ അപ്ഡേറ്റ് എടുത്താൽ കൂടുതലും കുട്ടികൾ TAയിലേക്ക് കയറുന്നത് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെയാണ്. അത് ഫിസിക്കൽ ചെയ്തിട്ടാണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിലും കേട്ടോ. അതിനുശേഷം സിഗ്സാഗ് ബാലൻസിങ് ബീമാണ്, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. 9 ഫീറ്റ് ഡിച്ചാണ്, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഇതാണ് നിങ്ങളുടെ ഫിസിക്കൽ ഈവൻ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഈവൻ്റ് അവിടെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം റാലി ഗ്രൗണ്ടിൽ. കാര്യം മനസ്സിലായല്ലോ. ആദ്യം ഡോക്യുമെൻ്റ് എല്ലാം കളക്ട് ചെയ്യുന്നു. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഡോക്യുമെൻ്റ് എല്ലാം കളക്ട് ചെയ്യുന്നു, നേരെ റാലി ഗ്രൗണ്ടിൽ പോകുന്നു, ഈ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നു. ക്ലിയർ? ഇനി ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ കണക്ക് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലും ഇവിടെ ഡിഫറൻ്റ് ഉണ്ട്. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ 30 മുതൽ 42 വയസ്സ് വരെയാണ്. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുട്ടികളെ. ഇനി വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് മാർക്കും ലഭിക്കുന്നത്. അതും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. ചിഹ്നപ്പ് ഇവിടെ 10 എണ്ണം എടുക്കാം, 9 എടുക്കാം, 8 എടുക്കാം, 7 എടുക്കാം, 6 എടുക്കാം. ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ ചിഹ്നപ്പിന് എത്ര മാർക്ക് വീതമാണ്, പിന്നെ റണ്ണിങ്ങിന് എത്ര മാർക്ക് വീതമാണ്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടായാൽ മതി. ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PFT ആൻഡ് PST ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് റിട്ടൺ എക്സാം. ഫിസിക്കലി പാസ്സായാൽ അതിനുശേഷം പിന്നെ മെഡിക്കലുണ്ട്. മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നെക്സ്റ്റ് വരുന്ന റിട്ടൺ എക്സാമാണ്. ഫിസിക്കലിലെ മാർക്കും ഇതിലെ മാർക്കും വെച്ചിട്ടാണ് GD ആൻഡ് ട്രേഡ്സ്മാൻ എന്ന ട്രേഡിലേക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. റിട്ടണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുട്ടികളെ. മെഡിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റിട്ടൺ എക്സാം വരുന്നത്. ആദ്യം നിങ്ങളുടെ ഫിസിക്കലാണ്. അവിടെ തന്നെ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റും എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ മെഡിക്കലാണ്, പിന്നെ റീമെഡിക്കൽ കിട്ടുന്നവർക്ക് റീമെഡിക്കലുമുണ്ട്. അതിനുശേഷം നിങ്ങളുടെ റിട്ടേൺ എക്സാമാണ്. GD ട്രേഡ്സ്മാൻ എന്നീ ട്രേഡിലുള്ള കുട്ടികൾക്ക് GKയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരും, സയൻസിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരും, മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കിൽ നിന്ന് 1 മാർക്ക് പോകുന്നതായിരിക്കും. അതായത് 1 മാർക്ക് കുറയുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ തെറ്റിയാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് പോകുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് വന്നു തുടങ്ങിയത് 2025 മുതലാണ്. അതിന് മുമ്പ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു.
ക്ലർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജി കെയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, സയൻസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ഇതേ രീതിയിലാണ് ക്ലർക്ക് എന്നൊരു ട്രേഡിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലർക്കിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ജി ഡി ട്രേഡ്സ്മാൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് എക്സാമിന് എത്ര മാർക്കാണ് ആ ഒരു കേഡറ്റ് സ്കോർ ചെയ്തിരിക്കുന്നത് പ്ലസ് ഫിസിക്കൽ എത്ര മാർക്കാണ് ആ ഒരു കേഡറ്റ് സ്കോർ ചെയ്തിരിക്കുന്നത്, അത് രണ്ടും കൂടെ കൂട്ടിയിട്ടായിരിക്കും. ക്ലിയർ ആയാലോ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റാലി എപ്പോഴാണ് വരാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിൻ്റാണ്. റാലി എപ്പോഴാണ് വരാൻ പോകുന്നത്? 2024-ലെയും 2025-ലെയും അപ്ഡേറ്റ് അനുസരിച്ച് അതേ മാസങ്ങളിൽ തന്നെയാണ് ഈ വർഷവും റാലി വരാൻ പോകുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മന്തിൽ നിങ്ങളെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഒക്ടോബർ ലാസ്റ്റ് വീക്കോടെ നിങ്ങൾ റാലി സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. കേരളത്തിൽ റാലി സ്റ്റാർട്ട് ആകാൻ പോകുന്നത് നവംബർ മന്തിലായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 1.5 മാസത്തിനുള്ളിൽ ഈ 4 സോണിൻ്റെയും റാലി കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. 4 സോൺ എന്ന് പറഞ്ഞാൽ സോൺ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. നമ്മുടെ കേരളം വരുന്നത് സോൺ 4-ലാണ്. 1.5 മാസം വരെയാണ് ഇതിൻ്റെ റാലി പ്രൊസീജിയർ എന്ന് പറയുന്നത്. നവംബർ എൻഡോടെ ഡിസംബർ ഫസ്റ്റ് വീക്കോടെ റാലി എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, നവംബറിൽ എന്തായാലും നമ്മുടെ റാലി കാണുന്നതായിരിക്കും. ഇനി അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ക്ലർക്ക് എന്നൊരു ട്രേഡിന് ട്രേഡ് ടെസ്റ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും പാസ്സായിരിക്കണം. റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഡോക്യുമെൻ്റ് എല്ലാം തീർച്ചയായിട്ടും കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നുള്ളൊരു ഡൗട്ടാണ്, ഏതെങ്കിലും കേഡറ്റിൻ്റെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പിന്നെ ആരുടെയെങ്കിലും ഫാദർ ആർമിയിൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ റിലാക്സേഷൻ ലഭിക്കുമോ അതോ ഇല്ലയോ എന്ന്. കുട്ടികളെ ടിയർ റാലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫാദർ ആർമിയിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും റിട്ടയർഡ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു രീതിയിലും ബെനിഫിറ്റ് കിട്ടത്തില്ല. ഓൺലി നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് നിങ്ങളുടെ ഹൈറ്റിൽ, വെയ്റ്റ്, ചെസ്റ്റിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ എക്സ്ട്രാ മാർക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. കൂടുതലും കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഈ ഒരു പോയിന്റ്. അപ്പോൾ റാലി എപ്പോഴായിരിക്കും തുടങ്ങാൻ പോകുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. കേഡറ്റ്സ് 2026-ലെ ടിയർ റാലിയെ കുറിച്ചിട്ടുള്ള എല്ലാ പ്രൊസീജിയറും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ളത് കേരളം എന്ന് പറയുന്നത് ഏത് സോണിലാണ് വരുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. നോക്കൂ കുട്ടികളെ, സോൺ 1 കാണാം, 2 കാണാം, 3 കാണാം, 4 കാണാം. ഇവിടെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് വരുന്നത്. സോൺ 4-ലാണ്. ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 4000+ ആണ്. 4000+ വേക്കൻസിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെയും ഏജ് 18-നും 42-നും ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റാണ് എങ്ങനെ തയ്യാറെടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കലാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ നല്ലപോലെ തയ്യാറെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റഡി കൂടി മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ TAയിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. എക്സാമും വളരെ സിമ്പിളാണ്, പക്ഷേ കട്ട് ഓഫ് വരുന്നത് വളരെ ഹൈ ആണ്. 180-190 മാർക്സിനടുത്ത് TAയുടെ കട്ട് ഓഫ് വരുന്നത്. ആർമി എക്സാം കണക്കൊന്നുമല്ല. കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചാലും നല്ല രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിവിടെ ജോലി കിട്ടാൻ പോകത്തുള്ളൂ. ഇതനുസരിച്ച് ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ TAയുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത് 2965 ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ഉണ്ട്, വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ് ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GK, GS എന്നീ പോർഷൻ കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ബേസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ ഫിസിക്കൽ സ്റ്റാർട്ടായ ഫിസിക്കൽ പാസ്സായതിനു ശേഷം പിന്നെയും നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 ബാച്ചിൻ്റെ ഹെൽപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ടിയർ റാലിക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും വേസ്റ്റ് ആകത്തില്ല. മറ്റ് പലയിടത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മനസ്സിലായ കുട്ടികളെ, നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ഏതെങ്കിലും എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. SSC ലെവലിൽ ഏതെങ്കിലും എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഫിസിക്കൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ലാസ്സിലൂടെ ജോയിൻ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫിസിക്കൽ പാസ്സായതിനു ശേഷം വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും ഈ ഒരു ക്ലാസ്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സായതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 2ാമത്തെ ബാച്ചിൻ്റെയും പ്രോപ്പർ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. 2ാമത്തെ ബാച്ചിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയും ടിയർ റാലി റിലേറ്റഡ് ഏതെങ്കിലും വീഡിയോസ് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ ആന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. TA ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ആന ഡിഫൻസ് അക്കാഡമിയുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. എല്ലാ കുട്ടികൾക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. സർ ടിയർ റാലി എപ്പോൾ വരും, എന്താണ് ടിയർ റാലി, പെർമനൻ്റ് ആണോ, അഗ്നിവീർ ആണോ,
എത്ര വർഷം സർവീസ് ചെയ്യണം, ഏജ് ലിമിറ്റ്, ഹൈറ്റ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഫൈനൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പരമാവധി ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.